സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചിലവഴിച്ച് കാസർഗോഡ് നിർമ്മിക്കുന്ന വീടുകൾ പൂർത്തിയായി വരുന്നു. വീടുകളുടെ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നത് വർഷങ്ങളായി താമസിക്കുന്ന അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. 101 വീടുകളാണ് സുനാമി ഫണ്ട് ഉപയോഗിച്ച് കാസർഗോഡ് നിർമ്മാണം പൂർത്തിയാക്കി വരുന്നത്. കാസർഗോഡ് കടപ്പുറത്തിന് സമീപം നെല്ലിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്താണ് വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നത്. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം അർഹരായവർക്ക് പിന്നീട് 101 വീടുകൾ നൽകും. ഈ വർഷം തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകും. മഴയെത്തിയതോടെ സുനാമി വീടുകളുടെ നിർമ്മാണ ജോലി വർഷങ്ങളായി തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. 101 വീടുകളുടെയും നിർമ്മാണം ഒന്നിച്ച് നടത്തുമ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടുന്നതും വെള്ളമൊഴുക്കുന്നതും അയൽവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയുമാണ്. നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളിയും മണ്ണുമായി മറ്റു വീടുകളുടെ മുറ്റത്തെ കൊഴുകുകയാണ്. 101 വീടുകളുടെ നിർമ്മാണം നടത്തുമ്പോൾ ഇവിടെ വെള്ളമൊഴുകിപ്പോകാൻ ചാലുകീറാത്തതും മണ്ണൊലിപ്പ് തടയാൻ സംവിധാനം ഏർപ്പെടുത്താത്തതുമാണ് അയൽവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. സുനാമി വീടുകൾക്ക് ഓവുചാൽ പണിത് വെള്ളവും മണ്ണും കുത്തിയൊലിക്കുന്നത് തടയണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു. ഇവിടെ വെള്ളം ഒക്കെ ശരിയായിട്ട് വ്യവസ്ഥയായിട്ട് കൊടുക്കാത്തതുകൊണ്ട് മഴവെള്ളമെല്ലാം ഡ്രെയിനേജ് സിസ്റ്റം മര്യാദയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് എല്ലാം വെള്ളം നിറഞ്ഞിട്ട് മണ്ണും ചളിയും വെള്ളം ഒക്കെ വീട്ടുമുറ്റത്തൊക്കെ വന്ന് കയറുന്നത്. പിന്നെ ഒരു ശരിയായിട്ട് വെള്ളം പോകാനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ശരിക്കൊന്നും അതിൽ കമ്പൗണ്ടൊക്കെ ശരി ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ചളിയും വെള്ളം ഒക്കെ സുനാമിൻ്റെ മാതിരി തന്നെ വന്നിട്ട് നിറഞ്ഞ് കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതുവഴി അതിനുള്ള ശരിയായ ഒരു നടപടി അവർ എടുത്തിട്ടില്ല.